അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ തച്ചങ്കരിക്ക് തിരിച്ചടി. തച്ചങ്കരി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകി. കേസിൽ സർക്കാരിനും തിരിച്ചടി. തുടരന്വേഷണം നടത്താനുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഉത്തരവ് നിയമപരമായ ദുരുദ്ദേശത്തോടെയുള്ളതാണെന്ന് കോടതി. അഹമ്മദ് മുസ്തഫ കൂടുതൽ വിവരങ്ങൾ നൽകും. മുസ്തഫ, എന്തൊക്കെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ നടപടി? ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് 65 ലക്ഷം രൂപ സമ്പാദിച്ചെന്നാണ് ടോമിൻ ജെ തച്ചങ്കരിക്കെതിരായ കേസ്. തച്ചങ്കരിക്കെതിരെ തെളിവുണ്ടെന്ന് വിലയിരുത്തിയാണ് നേരത്തെ കോട്ടയം വിജിലൻസ് കോടതി വിടുതൽ ഹർജി തള്ളുകയും പിന്നീട് മറ്റു തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉത്തരവിടുകയും ചെയ്തത്. എന്നാൽ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തുടരന്വേഷണത്തിന് വേണ്ടി ഒരു പ്രത്യേകമായ ഒരു ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകിയിരുന്നെങ്കിൽ പോലും ആ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളുകയും പകരം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ടോമിൻ ജെ തച്ചങ്കരിയുടെ തുടരന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ച തുടരന്വേഷണമാകാമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. തച്ചങ്കരിക്ക് തിരിച്ചടിയാണ്, വിചാരണ നേരിടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. തുടരന്വേഷണം നടത്താനുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. ശരി മുസ്തഫ.